നമസ്കാരം സുഹൃത്തുക്കളെ. കർണാടകയിലെ പുതിയ മുഖ്യമന്ത്രി DK ശിവകുമാറാണ്. താനൊരു ഹിന്ദുവാണ് എന്ന് ഉറക്കെ പറയുകയും ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതേപടി തന്നെ അനുഷ്ഠിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. എത്ര പ്രതിസന്ധി ഘട്ടത്തിൽ പോലും, അതായത് മറ്റ് ഹൈന്ദവരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ ആചാരവും ഒക്കെ പുറമേ പ്രകടിപ്പിക്കാതെ മറച്ചു വെച്ചിരിക്കുന്ന ആ സമയത്ത് പോലും അങ്ങനെയല്ല, താൻ വിശ്വാസിയാണെന്നും അത് മറ്റുള്ളവർ കണ്ടാൽ തനിക്കൊന്നുമില്ല എന്ന് പറയുകയും ചെയ്ത വ്യക്തിയാണ് DK ശിവകുമാർ. മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ കുംഭമേളയ്ക്ക് പോയതായിട്ട് നമുക്കറിയില്ല. പക്ഷേ DK പോയിരുന്നു, അവിടെ ഗംഗാസ്നാനം നടത്തുകയും ചെയ്തു. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമ്പോൾ ആദ്യ ദിവസം അദ്ദേഹം പാർലമെൻറ്റിൽ പോകുന്നതിന് മുമ്പ് ഇപ്പോഴും സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാവുന്ന ഒരു ദൃശ്യമാണ്. അദ്ദേഹം അതിൻ്റെ പടവുകളിൽ നമസ്കരിച്ചിട്ടാണ് കയറിയത്. സമാനമായ കാര്യം DKയും ചെയ്യുന്നു. നരേന്ദ്രമോദിയും തൻ്റെ വിശ്വാസം മറച്ചു വെച്ചിട്ടില്ല ഒരിടത്തും. അദ്ദേഹം ആരെയും ഭയന്നിട്ടില്ല, ഒരു വിമർശനവും അദ്ദേഹത്തെ ഏശിയിട്ടുമില്ല. അദ്ദേഹം പാർലമെൻറ്റിൽ വരെ നമുക്കെല്ലാവർക്കും അറിയാം, തമിഴ്നാടിൻ്റെ പൈതൃകത്തിൻ്റെയൊക്കെ ഭാഗമായ ശംഖോൽ അവിടെ സ്ഥാപിക്കുകയുണ്ടായി. അന്ന് ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള സന്യാസിമാരും അതേപോലെ തന്നെ ഋഷിവര്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ജനാധിപത്യം മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ എന്തൊക്കെ കോലാഹലമായിരുന്നു ഇവിടെ കാണിച്ചതെന്ന് ഓർക്കുക. പക്ഷേ DK സമാനമായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഒരൊറ്റ ഇടത്തും ഇതേപോലെ യാതൊരു ഒച്ചപ്പാടും കേൾക്കാനില്ല. എന്തേ? ഇപ്പോൾ ജനാധിപത്യം മരിച്ചില്ലേ? എന്ത് വിമർശിക്കാൻ തൻ്റെ ഇടമുള്ള ഒരു കോൺഗ്രസ്സുകാരൻ പോലും ഈ കേരളത്തിലില്ലേ? കാണാൻ നമുക്ക് വലിയ കൊതിയുണ്ട്. മോദിയെ മാത്രം വിമർശിച്ചാൽ മതിയോ? ഇതാ സമാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പുതിയ കർണാടകയിലെ മുഖ്യമന്ത്രി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അധികാരമേറ്റ് കഴിഞ്ഞും അവിടെ സന്യാസി ചെല്ലുന്നു, അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. നാളെ ഒരുപക്ഷെ അദ്ദേഹം ഒരു സന്യാസിയെ കൊണ്ട് നിയമസഭയിൽ പ്രസംഗം വരെ നടത്തിച്ചേക്കാം. ഇതിനു മുമ്പ് സമാനമായ കാര്യങ്ങൾ ഹരിയാന പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. അന്ന് നിങ്ങൾ കുത്തിയിരുന്നിട്ട് വിമർശിച്ചിട്ടുണ്ട്. ആ നിങ്ങളെ വീണ്ടും അതിലേക്കായിട്ട് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മടിക്കരുത്, വിമർശിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വൺ സൈഡ് വിമർശനം മാത്രം നടത്തുകയാണ് എന്ന് ജനങ്ങൾ ധരിക്കും. എല്ലാ മാപ്രകളോടും കൂടിയാണ്. അല്ലാതെ DK ചെയ്താൽ ആഹാ, മോദി ചെയ്താൽ ഓഹോ, അതങ്ങ് കോണാട്ട് പ്ലേസിൽ പറഞ്ഞാൽ മതി. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതിനാൽ എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും അതെടുത്ത് നമുക്ക് കാണാനും കേൾക്കാനും പറ്റും. നിങ്ങൾ നരേന്ദ്രമോദി തൻ്റെ വിശ്വാസമനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ പോലും എത്ര നിശിതമായിട്ടാണ് വിമർശിച്ചിരുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. പാർലമെൻറ്റിൽ ഒരു ഹിന്ദു സന്യാസി വന്നാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുമോ? നമ്മുടെ ഭരണഘടനയിലെ ഓരോ പേജുകൾ മറിച്ച് നോക്കുമ്പോഴും നിങ്ങൾക്ക് കാണാവുന്ന ചിത്രങ്ങൾ ശ്രീരാമൻ്റെയും സീതയുടെയും ഹനുമാൻ്റെയൊക്കെയാണ് എന്ന് മറന്നിട്ടാണ് നിങ്ങൾ അന്ന് അതിനിശിതമായിട്ടുള്ള വിമർശനങ്ങൾ നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ ചെയ്തുകൊണ്ടേയിരുന്നത്. എന്തുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളെ നോക്കി ഇന്ത്യ മോശമാണ് എന്ന തരത്തിൽ പലപ്പോഴും പല വിമർശനങ്ങളും ഉന്നയിക്കുന്ന നിങ്ങൾ അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ബൈബിൾ തൊട്ടാണ്, ബൈബിളിൻ്റെ പുറത്ത് കൈവച്ചാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്ന കാര്യം എത്രയോ വർഷത്തിന് ശേഷം മാത്രമാണ് നിങ്ങൾ വാർത്തയായിട്ട് കൊടുത്തത്. അതേപോലെ തന്നെയാണ് ഇംഗ്ലണ്ടിലുമൊക്കെ. ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള സംസ്കാരമുണ്ട്, വിശ്വാസമുണ്ട്. ഇവിടെ ബഹുഭൂരിപക്ഷം ഹൈന്ദവ വിശ്വാസികളായിട്ടും അവർ ഈ രാജ്യത്തിനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റിയില്ല എന്നത് അവരുടെ ഏറ്റവും വലിയ ഉദാര മനസ്കതയാണ്. അതിനെ കൂടി മുതലെടുത്തുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ പാലിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ സോ കോൾഡ് മതേതരായിട്ട് നിൽക്കണം, വിഡ്ഢിയായിട്ട് നിൽക്കണം എന്ന ശാഠ്യമായിരുന്നു നിങ്ങൾ കുറേ കാലമായി മുറുകെ പിടിച്ചുകൊണ്ടിരുന്നത്. അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പൊളിക്കുന്നത് കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ട്. നരേന്ദ്രമോദിയെ വിമർശിച്ചവർ അതേ ആർജവത്തോടെ അതേ മീറ്ററിൽ തന്നെ DKയെ വിമർശിക്കാൻ വരുന്നില്ല എങ്കിൽ നിനക്കൊന്നും നട്ടലില്ല എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും. അല്ല എങ്കിൽ മേലിൽ നരേന്ദ്രമോദിക്കെതിരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ചെറു വിരൽ പോലും നിങ്ങൾ ചൂണ്ടരുത്. നിങ്ങൾക്കതിനുള്ള അടിസ്ഥാന യോഗ്യത പോലും ഇല്ല.